വീഡിയോയിൽ ക്ലിയർ ആണ്. ആൾക്കാരെ ഇറങ്ങാൻ നിൽക്കുന്ന സമയം പുള്ളിയുടെ കൈയൊന്നും അറിയാതെ മുട്ടി, സത്യമാണ്. പിന്നെ ഈ വീഡിയോ എടുത്ത പെങ്കൊച്ച് എന്തൊരു ഒരാള് ഇയാളുടെ ദേഹത്ത് മുട്ടുന്ന ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ ചിരിക്കോ? നോക്ക്, ആ ചിരി കണ്ട എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങോട്ട് കേറി നിന്ന് കൊടുക്കണു, എന്നിട്ട് മുട്ടിക്കണു. എങ്ങനെയുണ്ട് നിയമം? അതായത് പെൺകുട്ടി ഉണ്ടല്ലോ, ഈ അതിജീവിത എന്ന് പറയുന്ന വൃത്തികെട്ട പെൺകുട്ടി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും പണിയിട്ടു. പുതിയൊരു ലൈവ് വന്നിട്ടുണ്ട്. ആ സ്ത്രീ പറഞ്ഞ കാര്യം ആദ്യം ഞാൻ പറയാം. അതായത് ഞാനൊരു അതിജീവിതയാണ്, എൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് എനിക്കെതിരെ സൈബർ അറ്റാക്ക് ആണെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. വ്ളോഗർമാരടങ്ങുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും 8ന്റെ പണി തരാൻ വേണ്ടിയിട്ട് ആ അതിജീവിത. അതായത് മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരവ്, അതിജീവിത എന്ന ഈ വൃത്തികെട്ട സ്ത്രീയുടെ ഫോട്ടോ വെക്കാൻ പാടില്ല എന്നാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ ഇല്ലാതായാലും കുഴപ്പമില്ല, വെക്കുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള വൃത്തികെട്ടവർ ഇനി വരരുത്. ഓക്കെ, അപ്പോൾ ഇന്ന് അതിജീവിത അല്ല, വൃത്തികെട്ടവൾ കുറച്ച് കാര്യം പറയുന്നുണ്ട്. അതിനു മുമ്പ് വൃത്തികെട്ടവൾക്കെതിരെ സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, സ്ത്രീകളാണ് വരേണ്ടത്. ഞാൻ പറഞ്ഞാലും രാഹുൽ ഈശ്വർ പറഞ്ഞാലും വേറെ വ്ളോഗർമാർ പറഞ്ഞാലും പ്രശ്നമാണ്. പെണ്ണുങ്ങൾക്ക് വേണ്ടി പെണ്ണുങ്ങളാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ 4-5 പെൺകുട്ടികൾ ഈ വിഷയത്തിനെതിരെ നല്ലോണം രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അത് ഒന്നൊന്നായിട്ട് കേൾക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താണ് വൃത്തികെട്ട സ്ത്രീ ലൈവിൽ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ വീഡിയോയിൽ ക്ലിയർ ആണ്. ആൾക്കാരെ ഇറങ്ങാൻ നിൽക്കുന്ന സമയം പുള്ളിയുടെ കൈയൊന്നും അറിയാതെ മുട്ടി, സത്യമാണ്. പിന്നെ ഈ വീഡിയോ എടുത്ത പെങ്കൊച്ച് എന്തൊരു ഒരാള് ഇയാളുടെ ദേഹത്ത് മുട്ടുന്ന ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ ചിരിക്കോ? നോക്ക്, ആ ചിരി കണ്ട എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങോട്ട് കേറി നിന്ന് കൊടുക്കണു, എന്നിട്ട് മുട്ടിക്കണു. ഇതാണ് സംഭവിച്ചത്. ഇവരുടെ മുഖം കാണിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. മരിച്ചുപോയ ആ വ്യക്തിയുടെ മുഖം മരിച്ചതിന് ശേഷവും വീണ്ടും നിങ്ങൾക്ക് കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അത് ബ്ലർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവളുടെ മുഖം കാണിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. നിങ്ങൾ മാത്രമല്ല, ബാക്കിയുള്ള ചാനൽസ്, അതായത് ന്യൂസ് ചാനൽസ് ഇങ്ങനെ തന്നെ ആയിരിക്കും. വേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുറന്ന് കാണിക്കാമല്ലോ, ഇത് മാത്രം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പെണ്ണിനെ തൊട്ടു എടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മുഖം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ന്യൂസിൽ കാണിക്കാമല്ലോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് കാണിക്കരുത്, ഇത് പെങ്കൊച്ചല്ലേ കാണിക്കരുത് കേട്ടോ, നിങ്ങൾ കാണിക്കരുത്, മോശമാണ്, ഒരിക്കലും കാണിക്കരുത്. ന്യൂസ് ചാനൽ നിങ്ങൾ കാണിക്കരുത്. പക്ഷെ ഞങ്ങൾക്ക് കാണിക്കാം. എൻ്റെ അക്കൗണ്ട് നിങ്ങൾ ഇനി റിപ്പോർട്ട് അടിച്ചാലും സാരമില്ല, ദൈവപ്പെട്ട് തന്നെ ഇവിടെ തന്നെ ഞാൻ കാണിക്കും, മുഖം ഞാൻ കാണിക്കും. എന്താണ് ഈ മനുഷ്യൻ ചെയ്തത് എനിക്കറിയത്തില്ല. പുള്ളിക്കാരത്തിൻ്റെ ചിരിച്ച മുഖം കണ്ടില്ലേ? എന്ത് ചിരിയാ, ഒരാളിങ്ങനെ തൊടുമ്പോൾ എന്ത് ചിരിയാ, ഇങ്ങനെ ഫേസ് കാണിക്കാം കേട്ടോ. നോക്കൂ, നിങ്ങൾ പലതന്തൊക്കെ പറഞ്ഞ ഈ വൃത്തികെട്ട സ്ത്രീ ഉണ്ടല്ലോ, അവൾ ചിരിക്കുകയാണ്. ഒരു പെണ്ണിനെ ഒരു പുരുഷൻ ബസ്സിൽ ആക്രമിക്കുമ്പോൾ ഒരു പെണ്ണ് ചിരിക്കോ? അതായത് റീലിന് വേണ്ടി ഈ പെൺകുട്ടി ഉണ്ടല്ലോ, വൃത്തികെട്ട പെൺകുട്ടി പയ്യന്നൂറുകാരിയാണ്. പയ്യന്നൂരിലെ എൻ്റെ ഏറ്റവും അടുത്ത 2-3 ഫ്രണ്ട്സിന് ഞാൻ വിളിച്ചു ചോദിച്ചു, എങ്ങനെയാണ് ഇവൾ? ആ നാട്ടുകാർ പറയുകയാണ്, വെറും വൃത്തികെട്ട തെമ്മാടിയാണ് ഈ സ്ത്രീ. പലതവണ വൈറലാവാൻ വേണ്ടി എന്തൊക്കെയോ വൃത്തികേട് ഈ സ്ത്രീ ചെയ്തു. പക്ഷെ അതൊന്നും വൈറലായില്ല. ഈ ചെറുപ്പക്കാരൻ്റെ മരണത്തോടു കൂടി ഇവളൊരു മറ്റേടുത്ത വൈറലായി. ഓക്കെ, ഇവൾക്ക് വേണ്ടത് വൈറലാണ്. അത്ര വൃത്തികെട്ടവളെന്നേ പറയാം നമുക്ക്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ന്യൂസ് ചാനൽ ഫേസേ കാണിക്കരുത്. ഇത് കണ്ടാലേ അറിയാം, പക്ക അവർക്കൊരു റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. ഒരു വാർത്തയിൽ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു സെയിൽസ്മാൻ ആണ്. സെയിൽസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ, പുള്ളി ജോലിയുടെ ഭാഗമായിട്ട് പുള്ളി അവിടെ യാത്ര ചെയ്തതാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരിക്കലും ഇങ്ങനത്തെ വരില്ല. എങ്ങനെ ആ ഒരു പ്രഷർ, നമ്മുടെ ഒരു ഫാമിലി പ്രഷറിനെക്കാട്ടിലും അല്ലെങ്കിൽ സ്ട്രെസ്സിനെക്കാട്ടിലും കൂടുതൽ വർക്ക് പ്രഷർ കിട്ടുന്ന ഒരു ജോബാണ് സെയിൽസ് എന്ന് പറയുന്നത്. ആ മനുഷ്യന് ഒന്നും ചെയ്തില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കൃത്യം ഒന്നും ചെയ്തിട്ടില്ല. ഈ പെങ്കൊച്ചാണ് അങ്ങോട്ട് ചെന്ന് മുട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇവള് ചിരിക്കുകയാണ്. സത്യത്തിൽ ഇവക്കൊരു ഇതിന് വേണ്ടി അവൾ ചെയ്തതല്ലേ. ഞാൻ കണ്ടെടുത്തോളം ഇവക്കൊരു റീച്ച് കിട്ടാൻ വേണ്ടി ഇവള് ചെയ്തു. ആ സമയം ഇനി എന്താ നടക്കാൻ പോകുന്നത് ഞാൻ പറയാം. കുറെ പേര് വീഡിയോസ് ചെയ്യും, 2-3 ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ചർച്ചാ വിഷയം ഇതായിരിക്കും. അതിനുശേഷം പുതിയൊരു കേസ് വരുമ്പം എല്ലാവരും ആ ഒരു ഇതിലോട്ട് പോകും. ഇതെന്തായാലും തേഞ്ഞുമാഞ്ഞു പോകും. അവൾ കുറെ കാലം കഴിയുമ്പോൾ വീണ്ടും കുറെ വീഡിയോസും കാര്യങ്ങളും ഇടും. ഇതാണ് നടക്കാൻ പോകുന്നത്. ആർക്ക് പോയി? ആ പുള്ളിയുടെ കുടുംബത്തിന് പോയി, അല്ലേ? ഇല്ലെങ്കിൽ ഇതിന് നല്ലൊരു ശിക്ഷ ആ ഒരു സ്ത്രീക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലുള്ളതൊക്കെ ഇനി വളരെ കുറയത്തുള്ളൂ. കൂടി നിൽക്കുന്ന ബസ്സിൽ ഇതുപോലുള്ള ഇതൊക്കെ സർവ്വസാധാരണമാണ് എന്നും പറഞ്ഞിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതും മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്നതും തിരിച്ചറിയാനുള്ള പക്വത ഇല്ലാത്ത ഒരു വ്യക്തിയോട് നമ്മൾ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നിയമത്തോട് പുച്ഛം മാത്രമാണ്. നിയമം പറയുകയാണ്, അത് അതിജീവിതല്ലേ, അതിജീവിതയുടെ ഫോട്ടോ നിങ്ങൾ എന്തിനു വെക്കുന്നു എന്ന് നിയമം നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ പുരുഷന് നിയമമില്ലേ? ഏഷ്യാനെറ്റ് ന്യൂസ് അടങ്ങുന്ന, റിപ്പോർട്ടർ അടങ്ങുന്ന 24 വാർത്ത കൊടുക്കുകയാണ്, ഈ വൃത്തികെട്ടവളുടെ ഫോട്ടോ വെക്കുന്നില്ല, ആ മരിച്ചുപോയ ചങ്ങായിയുടെ ഫോട്ടോ ബ്ലർ ചെയ്യുന്നില്ല, ഇവളുടെ ഫോട്ടോ ബ്ലർ ചെയ്യുകയാണ്. അതിനെ നമ്മൾ ചോദിക്കുമ്പോൾ ഉത്തരം തരുന്നത് അത് അതിജീവിതയാണ്, ബസ്സിൽ അവളല്ലേ അനുഭവിച്ചത് എന്ന് പറയുകയാണ്. എന്താണ് ഈ വൃത്തികെട്ടവൾ അനുഭവിച്ചത്? തൊടാൻ വേണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നെ ഒന്ന് കാമഭ്രാന്ത് കൊണ്ട്, ഈ വൃത്തികെട്ടവൾക്ക് കാമഭ്രാന്താണ്, അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. കാമഭ്രാന്ത് കൊണ്ട് എന്നെ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിക്കണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവളുടെ മാരിടം വെച്ച് കൊടുക്കുകയാണ്. പാവം ആ മനുഷ്യന് അറിഞ്ഞുകൊണ്ട് ടച്ച് ചെയ്തിട്ടില്ല. ഇവൾ അടുത്ത് പോകുമ്പോൾ എന്തോ ഒരു ഇതുകൊണ്ട് ഒരു ജസ്റ്റ് ഒന്ന് ടച്ച് ആവുകയാണ്. അതിനെ ഈ വൃത്തികെട്ടവൾ വൈറലാവാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്തൊരു പെൺകുട്ടി കാസർഗോഡുകാരി ഇതിന് നല്ല തക്കതായ മറുപടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. നീയല്ലേ
എന്തിനാ ജീവിച്ചിട്ടുള്ളത്? പേടിച്ചിട്ട് പബ്ലിക് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയ മറ്റവള് കണ്ടോ 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 കണ്ടോ. ഇവളൊക്കെ വേറെ ആളെ ലൈഫിൽ കയറി കളിക്കാൻ മക്കളെ. ഇവൾക്ക് എന്ത് കിട്ടിയെന്നറിയില്ല. ബസ്സിൽ കയറിയപ്പം ആ ടച്ചിങ്സും കാര്യങ്ങളും ആസ്വദിച്ചിട്ട് വീഡിയോ എടുത്തല്ലോ. നിനക്ക് എന്ത് കിട്ടി? ഒരാളെ ലൈഫ് തകർത്തില്ലേ? അവരെ ഭാര്യ മക്കൾക്ക് പോയി. നീ ആ ബസ്സിൽ തന്നെ റിയാക്ട് ചെയ്യണല്ലോ. ബസ്സിൽ റിയാക്ട് ചെയ്യല് വിട്ടിട്ട് നീ ആ വീഡിയോ എടുത്ത് നീ വൈറലാവാൻ നോക്കിയതാ. നിന്റെ പോലത്തെ ഓരോ നാരികളെ കൊണ്ട് പെണ്ണുങ്ങളെ പേരിലേക്ക് തന്നെ കളങ്കായിപ്പോയി. ഇപ്പൊ എല്ലാ പെണ്ണുങ്ങൾക്കും കൂടി ഈ പേര് വന്നു. ഈ പെണ്ണിനെ കൊണ്ട്, ഇവളെ കൊണ്ട്, ഈ ചെറ്റയെ കൊണ്ട്. ഞാനൊരു കാര്യം പറയുകയാണ്. അതായത് ഈ അതിജീവിത എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സ്ത്രീ എന്തെങ്കിലും അനുഭവിച്ചിട്ടെങ്കിൽ ഓക്കെ, അതായത് അങ്ങേറ് കയറി പിടിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം അങ്ങേറ് ആത്മഹത്യ ചെയ്തത് നന്നായി നമുക്ക് പറയാം. നോക്കൂ നിങ്ങൾ, ഇവളാണ് എന്നെ തൊടൂ ഞാനൊന്ന് വൈറലാവട്ടെ എന്ന്. അത്തരത്തിലുള്ള വൃത്തികെട്ട സ്ത്രീ ഏത് തന്തക്കായിരിക്കും ഇവൾ പറഞ്ഞതെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല. ഇവർ പറഞ്ഞത് ശരിയാണോ? ഓക്കെ, ഇവളൊക്കെ പെൺകുട്ടികൾക്ക് തന്നെ. ഇപ്പോൾ ബസ്സിൽ നാളെ റിയലായിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ കയറി പിടിച്ചു, അങ്ങനെ എന്തെങ്കിലും വാർത്ത വന്നാൽ ആരും വിശ്വസിക്കില്ല. കാരണം ഈ വൃത്തികെട്ട ചെറ്റ കാരണം വിശ്വാസം പോയി, പെണ്ണുങ്ങളുള്ള വിശ്വാസം ഇല്ലാതായി നമുക്ക് പറയാം. ഓക്കെ, അടുത്തൊരു പെൺകുട്ടിയും നല്ല രീതിയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതും ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, 2 ആംഗിളിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് ഈ സ്ത്രീ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഒരു ആംഗിളിൽ നിന്ന് വീഡിയോ എടുത്തപ്പോൾ അതിൽ തട്ടലും മുട്ടലും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കാരണം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അമ്മായിക്ക് മനസ്സിലായി ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് ഫിൽറ്റർ ഓൺ ചെയ്തിട്ടാണ് പരിപാടി ചെയ്യുന്നത്. ആദ്യത്തെ ആംഗിളിൽ നിന്ന് മനസ്സിലാവാഞ്ഞിട്ട് നേരെ തിരിഞ്ഞും കഴിഞ്ഞിട്ട് നെഞ്ഞും വിരിച്ച് ആ ചേട്ടന്റെ മുന്നിലേക്ക് കൈയിന്റെ അടുത്തേക്ക് പോയി നിന്നും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഒരതിയും കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നു. നിനക്ക് നാണമില്ലേ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ? എങ്ങനെ തോന്നി ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ? ആ മനുഷ്യന് അഭിമാനം ഉണ്ടായതുകൊണ്ടാണ് ആ മനുഷ്യന് അത് സഹിക്കാൻ പറ്റാഞ്ഞത്. ഈ സ്ത്രീകൾക്ക് മാത്രമല്ല ഈ അഭിമാനം എന്ന് പറയുന്നത്, പുരുഷന്മാർക്കും ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട് അഭിമാനം. സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ ഇനി നിനക്ക്? സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും? ഇത് കണ്ടിട്ട് കേട്ടിട്ട് നമുക്ക് തന്നെ വല്ലാത്തൊരു എന്തോ സഹിക്കാൻ പറ്റുന്നില്ല. നിനക്ക് ഇനി സമാധാനം ഉണ്ടാവുമോ? ഇപ്പൊ റീച്ച് കിട്ടിയില്ല, ആവശ്യത്തിൽ കൂടുതൽ നല്ല റീച്ച് കിട്ടിയില്ലേ? കേരളമല്ല, ഒരുവിധം എല്ലാവരും അറിയപ്പെടുന്ന ഒരു റീച്ച് കിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഒതുങ്ങില്ല ഈ റീച്ച്. ഈ സ്ത്രീക്കെതിരെ എന്താ പറയാ, കൊലപാതകത്തിന് കേസ് എടുത്തിട്ട് അതിന് എത്ര വർഷമാണ് ആ കൊലപാതകത്തിന്റെ ശിക്ഷ കിട്ടുന്നത്, അത് ആ സ്ത്രീക്ക് വാങ്ങിക്കൊടുക്കണം. എന്നാലേ അയാൾ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. ഇനിയെങ്കിലും ആരും ഇത് ചെയ്യാതിരിക്കുക ഗൈസ്. പ്രതികരിക്കാതെ ഞാൻ പറയുന്നത് ഇവളെ തൂക്കിക്കൊല്ലണമെന്നാണ്. ഇവളെ നിയമം വെറുതെ വിടും. അവിടുത്തെ പയ്യന്നൂറുകാരായ ചുണക്കുട്ടികളോട് ഒരു കാര്യം പറയുകയാണ്, ഇവളെ നിങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലണം. ഒരാൾ കല്ലെറിഞ്ഞാലാണ് പ്രശ്നം. നിങ്ങൾ 100 ആൾ കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു 1000 ആൾക്കാർ കൂടിയിട്ട് കല്ലെറിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും പോലീസും കോടതിയും ഇവളെ വെറുതെ വിടും. സ്ത്രീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ വെറുതെ വിടാൻ പാടില്ല. അവളെ കല്ലെറിഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലണമെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഈ ദീപക് എന്ന ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് രാത്രി സമയത്ത് ആലോചിച്ച് കരഞ്ഞുകൊണ്ട് സ്വന്തം മക്കളെ ഞാൻ മറന്നുകൊണ്ട്, അതായത് ഞാൻ നാളെ എങ്ങനെ പുറത്തിറങ്ങി നടക്കുമെന്നറിയാതെ ടെൻഷന് പിടിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. അതിന് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നേ ഞാൻ പറയുകയാണ്. ഓക്കെ, അടുത്തൊരു പെൺകുട്ടിയും കൂടി നല്ലൊരു രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ എന്തിനാണ് പെൺകുട്ടികൾ പറഞ്ഞത് വെക്കുന്നത്? ഞങ്ങൾ പറഞ്ഞ പ്രശ്നമാണ്. പെൺകുട്ടികൾ തന്നെ പ്രതികരിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും കേട്ട് നോക്കാം. ഇവളൊരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഈ മനുഷ്യൻ ഇന്നലെ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ദീപക് എന്നാണ് പേര്. 38 വയസ്സ് പ്രായമായിട്ടുള്ള അച്ഛനെ അമ്മയെ നോക്കാൻ ആ മനുഷ്യനായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്തിരുന്നതാന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. 99% ആൾക്കാരും ഈ മനുഷ്യന് അനുകൂലമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ളെങ്കിലും ഏകദേശം 1% ആൾക്കാർ കാണുമല്ലോ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ആ മനുഷ്യന്റെ കണ്ണിൽ പെട്ടത് അത് മാത്രമായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരുടെയും മനക്കെട്ടിയും തൊലിക്കെട്ടിയും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ. അപ്പം അപമാനഭാരം അത് പെണ്ണിന് മാത്രമല്ല ആണിനും ഉള്ള ഒരു കാര്യമാണ്. മാനം എന്ന് പറയുന്ന ഒരു കാര്യം അത് കൃത്യമായിട്ട് ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്കും ഈ പറയുന്ന ആൾക്ക് മനക്കെട്ടി ഇല്ലാതാവും. അവർ മറ്റു പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് ആ മനുഷ്യനും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. അങ്ങനെ ഒളിച്ചോടി പോകാനായിട്ട് കാരണക്കാരിയായത് ഇവളാണ്. ഇവള് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ആ മനുഷ്യൻ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ പൊതുസമൂഹത്തിന് മുന്നിലും വീട്ടുകാരുടെ മുന്നിലും ഒക്കെ നാണം കെടുന്ന സമയത്ത് ഇങ്ങനെയുള്ള വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് അയാൾ നല്ല മനുഷ്യരായിട്ട് മാറുന്നു. അയാൾ നല്ല മനുഷ്യരായിട്ട് ഏറ്റവും നല്ല രീതിക്ക് തന്നെ ഭൂമിയിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരാൻ പോയി കാണുമല്ലോ. നിന്നെ പോലുള്ളവർക്ക് ഈ പറയുന്ന കണക്ക് ആണും പെണ്ണിനും ഇടയിലും നല്ലതും ചീത്തയുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കൊക്കെ അത്രയും പ്രശ്നമുള്ളതാണ്. തട്ടിമുട്ടിയൊക്കെ പോകാൻ പറ്റില്ല. ബസ്സാണെങ്കിൽ അങ്ങനെ പോകത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉരുക്കമല്ലോ ആണെന്നുണ്ടെങ്കിൽ ചെമ്പിന്റെയും ഇരുമ്പിന്റെയും ഒക്കെ ചേർന്നിട്ടുള്ള ഉടയാടകളുണ്ടല്ലോ, അത് തയ്യാറാക്കി പ്രത്യേകമായിട്ട്
പണി ചെയ്ത് ഇട്ടുകൊണ്ട് കയറുക. അതല്ലെന്നുണ്ടെങ്കിൽ കയറുമ്പോഴേ പറയാം ഞാൻ ഇരിക്കുന്ന സീറ്റിന്റെ സൈഡിലോട്ട് പോലും ആണുങ്ങൾ വരാൻ പാടില്ലെന്ന് പറയാം. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഈ പറഞ്ഞ നിവേദനം തയ്യാറാക്കി, ഇതുപോലുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു നിവേദനം തയ്യാറാക്കി സർക്കാരിന് കൊടുക്കുക. ഇതിന് മാത്രം ആണിന് വേണ്ടി മാത്രം, പുരുഷന്മാർക്ക് വേണ്ടി മാത്രം ഒരു KSRTC, സ്ത്രീകൾക്ക് മാത്രം ഒരു KSRTC ഇങ്ങനെ പറഞ്ഞു. അതല്ലെങ്കിൽ സ്വന്തമായിട്ട് കാർ മേടിച്ച് അതിലങ്ങ് യാത്ര ചെയ്യുക. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യുക. അല്ലാതെ ഇതുപോലുള്ള അവളുമാരെ പേടിച്ചുകൊണ്ട് പുരുഷന്മാർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടമാണ്. ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏത് കൂത്താട്ടോളത്തിലും കൊണ്ടുവച്ചിട്ട് വീഡിയോ എടുത്തു വെച്ചിട്ട് നീയൊക്കെ പറയുന്ന തോന്നിവാസങ്ങൾ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിന്റെ പേരിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത് പറയുന്ന സ്ത്രീകൾക്ക് കൂടിയാണ് അപമര്യാദയായിട്ട് അല്ലെങ്കിൽ പെരുമാറിൽ അനുഭവപ്പെടേണ്ടി വരുന്നത്. കാരണം ഇനി ഒരു സ്ത്രീ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെപ്പോലുള്ള കാര്യങ്ങൾ ഇതുപോലെ ഒരു മനുഷ്യനെ മരണത്തിൽ കൊണ്ടെത്തിക്കുന്ന സമയത്ത് ആ സ്ത്രീയെയും ആരും പൊതുസമൂഹം വിശ്വസിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. എന്ത് സുഖമാണ് നിനക്കൊക്കെ കിട്ടുന്നതെന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ അല്ല നിന്റെയൊക്കെ മാനവും മര്യാദയൊക്കെ ഈ തീരുമാനിക്കുന്നതെന്ന് പറയുന്നത്. നിനക്കൊക്കെ മാനവും മര്യാദ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ സ്പോട്ടിൽ പ്രതികരിക്കണമായിരുന്നു. അല്ലെങ്കിൽ നീ എടുത്ത വെച്ച വീഡിയോ ഉണ്ടെങ്കിൽ അത് പോലീസിൽ കൊടുക്കണമായിരുന്നു. പൊതുസമൂഹത്തിന് വിധി എഴുതാൻ വേണ്ടി 100% ശരിയല്ലേ ഇവർ പറഞ്ഞത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ പോലീസ് എന്തിനാണ്, സാറന്മാർക്ക് എന്തിനാണ് നമ്മൾ സാലറി എണ്ണി ഒരു മാസത്തിൽ കൊടുക്കുന്നത്? ഞാനും നിങ്ങളും നികുതി കൊടുക്കുന്ന പൈസയാണ് ഇവറ്റകൾക്ക് സാലറി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പണിയെടുപ്പിക്കണം. ഇവിടെ ദീപകിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ദീപക് തെറ്റ് ചെയ്തിട്ടില്ല, അത് വിഷയം വേറെയാണ്. ഞാൻ കാര്യം പറഞ്ഞതാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലല്ലേ നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ പുതിയൊരു നിയമം, അതായത് മുഖ്യമന്ത്രിക്ക് നേരെ പരാതി. ഈ വൃത്തികെട്ട അതിജീവിത എന്ന് പറയുന്ന ഈ വൃത്തികെട്ട പെണ്ണുണ്ടല്ലോ, ഇവളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് പോയി പരാതി കൊടുക്കുകയാണ്. ആ മരിച്ചു പോയവനെ ഒരു മിനിറ്റെങ്കിലും ഇവള് ആലോചിച്ചോ? എന്തിനു വേണം? ഒരു സെക്കൻഡിന്റെ വീടിട്ട് പറഞ്ഞോ ഞാൻ കാരണമാണ് അവൻ മരിച്ചത്, എല്ലാവരോടും ഞാൻ സോറി ചോദിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? അവൻ ഈ ചങ്ങായി മരിച്ചതിന് ശേഷം ഇവൾ പറയുകയാണ് അവൻ ചത്തത് നന്നായിന്ന്, എനിക്ക് നീതി കിട്ടിയെന്ന്. ഗായ്സ്, എനിക്ക് നീതി കിട്ടി ഗായ്സ്, അവൻ ചത്തു എന്ന് ഈ വൃത്തികെട്ടവൾ ചിരിച്ച് പറയുകയാണ്. എന്താണല്ലേ? അപ്പോൾ ഇന്ന് വൃത്തികെട്ടവൾ പറഞ്ഞത് പ്രധാനമായും എന്നെ സൈബർ അറ്റാക്ക്, എൻ്റെ ഫോട്ടോ വെച്ച് നിങ്ങൾ എന്തിനു വീഡിയോ ഇടുന്നു? ഞാൻ അതിജീവിതയല്ലേ, എന്നെ എന്തിനു നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നില്ല? ഞാനൊരു അതിജീവിതയല്ലേ, ഞാൻ ധീരയായ ഒരു സ്ത്രീയല്ലേ? ബസ്സിൽ ഞാൻ എന്തൊക്കെയാണ് അനുഭവിച്ചത്? എൻ്റെ ഫോട്ടോ നിങ്ങൾ എന്തിനു വെക്കുന്നു? നിങ്ങൾ എല്ലാവരും, എന്നെ അടക്കം, അവൾ പറഞ്ഞതാണ് മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ 8ന്റെ പണി തരുമെന്നാണ് അതിജീവിത എന്ന് പറയുന്ന ആ വൃത്തികെട്ട തെമ്മാടി പറഞ്ഞത്. ഓക്കെ, കേരള പോലീസിനോടും കേരള ഗവൺമെൻറ്റായ പിണറായി വിജയനോടും ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ സത്യം മനസ്സിലാക്കണം. സത്യം മനസ്സിലാക്കി ഇവറ്റകളെ തൂക്കിക്കൊല്ലണമെന്നേ പിണറായി വിജയനോട് ഞാൻ പറയുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ആരും വോട്ടിടാൻ പാടില്ല. പിണറായിക്കെന്നല്ല, VD സതീശനല്ല, K സുരേന്ദ്രനല്ല. ഇത്തരത്തിൽ പ്രശ്നം വരുമ്പോൾ സത്യത്തിനൊപ്പം നിൽക്കണം കോടതിയും നിയമവും എല്ലാവരും. ഇതിപ്പോൾ വല്ലാത്തൊരു സംഗതിയാണല്ലോ. പെണ്ണിനെന്തും ചെയ്യും. ഒരു പെണ്ണ് എനിക്കെതിരെ എന്തില്ലാത്തത് പറഞ്ഞാലും അവളുടെ ഫേസും ഒരു മണ്ണാങ്കട്ടയും വരില്ല, എൻ്റെ ഫേസ് ഇങ്ങനെ തുരുതുരാവെക്കും. ഇതൊക്കെ എന്താണ്? ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് കുറേ പേര് പറയുന്നത് ആണുങ്ങൾക്ക് ശക്തിയുണ്ട്, ശക്തി ഉള്ളത് കൊണ്ടല്ലേ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇത് വളരെ വളരെ മോശമാണ്. കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും തെരുവിൽ ഇറങ്ങിക്കൊണ്ട് ആ ജന്തുവിനെതിരെ രംഗത്ത് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.